ജീവിതത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ, എന്നെ കേൾക്കുന്ന ആളുകളോടും എല്ലാം എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എല്ലാം ശൂന്യമാണെങ്കിലും, ഏത് വലിയ തകർച്ചകളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ അതിന് ഗ്യാരണ്ടിയാണ്, ഞാൻ സാക്ഷിയാണ്. അത് യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. മരുഭൂമിയിൽ ആരും വഴിവെട്ടാറില്ല, കാരണം അവിടെ മനുഷ്യരില്ല. എന്നാൽ എൻ്റെ ദൈവം മരുഭൂമിയിൽ പോലും വഴിവെട്ടുന്ന ദൈവമാണ്. നിർജ്ജന പ്രദേശത്ത് ജനങ്ങൾ താമസിക്കാറില്ല, കാരണം ജലമില്ലാത്തത് കൊണ്ട് ജനം മാറിപ്പോകുമ്പോൾ അതേ നിർജ്ജന പ്രദേശത്ത് ജലത്തെ നൽകുന്നവനാണ് ദൈവം. അതേ, കാക്കയെ കൊണ്ട് ഏലിയാവിന് ആഹാരം കൊടുത്ത ആ ദൈവം ഇന്നും നമുക്ക് വിശ്വസ്തനായി ജീവിക്കുന്ന ദൈവമാണ്. അതെ, ആ കാക്ക മരിച്ചു പോയിട്ടുണ്ടായിരിക്കാം, അത് ചത്തുപോയിട്ടുണ്ടായിരിക്കാം, ആ ദൈവം മരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുമെന്ന് അതെ സങ്കീർത്തനം 48-ന്റെ അവസാന വാക്യത്തിൽ പറയുന്നത്. ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന ഏത് ജാതിയിലും, ഏത് മതത്തിലും, ഏത് വർഗവർണ്ണ ഭാഷയിലുമുള്ള എല്ലാവരോടും ഞാൻ പറയട്ടെ, ഒറ്റ ദൈവമേ ഉള്ളൂ. ആ സാക്ഷാൽ സത്യദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണ് ക്രിസ്തു യേശു. ആ കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകണമെങ്കിലും നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഞങ്ങളുടെ ജീവിതം അതിൻ്റെ സാക്ഷിയാണ്. ആ കർത്താവിലേക്ക്, ആ കർത്താവിൻ്റെ വഴികളിലേക്ക് നിങ്ങൾ വരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഒരു വാക്ക് എവിടെ ഇരുന്നാണെങ്കിലും നിങ്ങൾ പറയുക: കർത്താവേ, അബ്ബാ, യേശുവേ, നിന്നെ എനിക്കറിയില്ല, പക്ഷേ അങ്ങ് ഈ സഹോദരനെ വിടുവിച്ച ദൈവമാണെങ്കിൽ എന്നെയും വിടുവിക്കാൻ അങ്ങ് മതിയാകുന്നതാണ് എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്നുകൊണ്ടും യേശുവേ എന്ന് വിളിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും, വിടുതലയക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിക്കും.